ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ബോളിയുടെ റെസിപ്പി ആയിട്ടാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 2.25 കപ്പ് മൈദ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ബോളിക്ക് നല്ലൊരു നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യാനുസരണം ഒഴിച്ച് കുഴച്ചെടുക്കുക. ചപ്പാത്തിയുടെ പരുവമല്ല, കുറച്ചുകൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കണം. മൈദ മാവ് ആയതുകൊണ്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് ആ കയ്യിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. കയ്യിലൊട്ടി പിടിക്കുമ്പോൾ ഇതുപോലെ നല്ലെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ഞാനിതുപോലെ 3 ടീസ്പൂൺ നല്ലെണ്ണ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നല്ലെണ്ണ ഒഴിച്ച് വയ്ക്കാം. നല്ലെണ്ണയിൽ മാവ് നന്നായിട്ട് മുങ്ങിക്കിടന്ന് മാവ് നല്ല സോഫ്റ്റായിട്ട് വരണം. 1 മണിക്കൂർ ഇതുപോലെ എണ്ണ ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ എണ്ണ ഊറ്റി മാറ്റാവുന്നതാണ്. ഇതുപോലെ 1 മണിക്കൂർ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒന്ന് പരിവായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ 2 കപ്പ് കടലപ്പരിപ്പ് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 കപ്പ് കടലപ്പരിപ്പാണ്. ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. 2.5 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിന് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ നമുക്കതൊന്ന് അരിച്ചെടുക്കാം. കടലയിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. ഇത് നമ്മൾ അരിയൊക്കെ ഊറ്റി വയ്ക്കുന്നത് പോലെ ഊറ്റി വയ്ക്കുക കുറച്ച് നേരം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കടല. മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും തരിതരിപ്പ് പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കടല നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബോളി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടില്ല, അത് പൊട്ടിപ്പോകും. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കട്ട കെട്ടി കിടക്കുന്നതെല്ലാം ഉടഞ്ഞു വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് പഞ്ചസാര അളന്നെടുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് കൃത്യം അളവാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര എല്ലാം ഒന്ന് കടലയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. നമുക്കിത് ആദ്യം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ പഞ്ചസാരയിലെ വെള്ളം എല്ലാം അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇനി വെള്ളം എല്ലാം ഒന്ന് ഈ കടലയിൽ പിടിച്ച് വരുന്നതുവരെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പരുവമായിട്ട് കിട്ടണം നമുക്ക്. വെള്ളം എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പഞ്ചസാരയിലെ വെള്ളമാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കടലയുടെ മിക്സ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് കയ്യിൽ ഇനി ഒന്ന് എണ്ണ തടകിയ ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം ഇതിലേക്കൊരു നാരങ്ങ വലുപ്പത്തിനുള്ള കടലമാവ് എടുത്ത് നമുക്കിതുപോലെ ബോൾസാക്കി എടുക്കാം. ഒട്ടും തന്നെ വിള്ളലൊന്നും ഇല്ലാതെ നന്നായിട്ട് ബോൾസാക്കി എടുക്കുക. ഈ മാവെല്ലാം നമുക്കിതുപോലെ ബോൾസാക്കി എടുക്കാം. എനിക്കിവിടെ 30 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവെല്ലാം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് എണ്ണ അങ്ങ് ഊറ്റി മാറ്റിയെടുക്കാം. നമ്മളിവിടെ ഒഴിച്ചു വെച്ച എണ്ണ അതുപോലെ തന്നെ ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറച്ച് മാവ് നമ്മുടെ കയ്യിലേക്ക് എടുക്കാം. കയ്യിലൊന്ന് എണ്ണ തടകിയ ശേഷം നമുക്ക് മാവ് കയ്യിലേക്ക് എടുക്കാം. കയ്യിലേക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഇതിനുള്ളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കടലയുടെ ബോളുണ്ടല്ലോ, അത് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ മൈദ മാവ് കൊണ്ട് ഇതിനെ കവർ ചെയ്തെടുക്കുക. ഇതുപോലെ കവർ ചെയ്തെടുക്കുക. അധികം വരുന്ന മാവ് നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. നമ്മളിതുപോലെ ബോളാക്കി എടുത്ത ശേഷം അപ്പോൾ തന്നെ പരത്തിയെടുക്കുക. ഇതുപോലെ ബോൾസാക്കി വെക്കാതിരിക്കുക. ഇത് പരത്തിയെടുക്കാനായിട്ട് നമ്മളിവിടെ അരിമാവാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി തന്നെ എടുക്കുക. മൈദ മാവ് എടുക്കുന്നതിനേക്കാളും അരിപ്പൊടിയാണ് കുറച്ചുകൂടെ ഗ്രിപ്പ് കിട്ടുക. അപ്പോൾ ഇതുപോലെ
അരിപ്പൊടി ഒന്ന് വിതറിയ ശേഷം ഇത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇത് പൊട്ടിപ്പോകാതെ ഇതിനുള്ളിലെ കടലമാവ് പൊട്ടിപ്പോകാതെ തന്നെ പരത്തിയെടുക്കുക. പൊട്ടിപ്പോകുമെന്ന് തോന്നുമ്പോൾ നമുക്കിതുപോലെ അരിപ്പൊടി വിതറി കൊടുത്താൽ മതിയാവും. ഇത് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് അരിപ്പൊടി അങ്ങ് തട്ടിക്കളഞ്ഞതിന് ശേഷം ചുട്ടെടുക്കാം. ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. പൊടി ഇട്ട് കൊടുത്ത് തന്നെ പരത്തിയെടുക്കുക. ഞാനിതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാനായിട്ടൊരു ദോശക്കല്ലാണ് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. കല്ലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്കൊന്ന് നെയ്യ് തടകി കൊടുക്കാം. നെയ്യ് തടകിയ ശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ബോളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഉള്ളെല്ലാം നല്ല ഫ്ലഫി ആയിട്ട് വരും. നമ്മൾ കടയിൽ നിന്നൊക്കെ ബോളി വാങ്ങുന്നതിനേക്കാളും ഉഗ്രൻ ടേസ്റ്റാണ്. നമ്മളിതിൽ നന്നായിട്ട് കടലമാവൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബോളിക്കകത്ത് കൂടുതലും മൈദമാവായിരിക്കും. ഇതിൽ നമ്മൾ നന്നായിട്ട് കടലയുടെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇന്നത്തെ ഈ സ്വീറ്റ് ബോളിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു സൂപ്പർ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.